തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായിട്ട് ഇപ്പോൾ വലിയ രീതിയിലുള്ള തുക സംസ്ഥാനങ്ങൾക്ക് കൊടുക്കാൻ ബാക്കിയാണ് എന്ന വിവരം പാർലമെൻറ്റ് സമിതി ഇപ്പോൾ പുറത്തു കൊണ്ടുവന്നിരിക്കുകയാണ്. തൊഴിലുറപ്പ് ഫണ്ട് വിഹിതത്തിൽ 23,446 കോടി രൂപ കുടിശ്ശികയാണ് എന്നാണ് പാർലമെൻ്ററി സമിതി വ്യക്തമാക്കിയിട്ടുള്ളത്. ഇത് കഴിഞ്ഞ വർഷം, അതായത് ഈ സാമ്പത്തിക വർഷത്തിലെ വിഹിതത്തിൻ്റെ 27.26% കണക്ക്. ഈ 27.26% കുടിശ്ശികയായി കിടക്കുമ്പോൾ ഇനിയിപ്പോൾ അനുവദിച്ച് കിട്ടുന്ന ഫണ്ട് 1/4 മുൻ വർഷത്തെ കുടിശ്ശിക തീർക്കാൻ മാത്രമായിട്ട് ഉപയോഗിക്കേണ്ടി വരുമെന്നുള്ളതാണ് പ്രശ്നം. അതോടുകൂടി ഈ സാമ്പത്തിക വർഷം വലിയ കുറവാണ് തൊഴിൽ ദിനങ്ങളിൽ ഉണ്ടാവാൻ പോകുന്നത്. വേതനം പരിഷ്കരിക്കണമെന്ന ആവശ്യം പാർലമെൻറ്റ് സമിതി മുന്നോട്ടേക്ക് വെച്ചിട്ടുണ്ട്. ആധാരധിഷ്ഠിത വിതരണം സംബന്ധിച്ചുള്ള കാര്യം ആ നില ഒഴിവാക്കണം എന്നും പാർലമെൻറ്റ് സമിതിയുടെ നിർദ്ദേശത്തിൽ ഉള്ളതാണ്. നഗര വികസനത്തിനു വേണ്ടി നീക്കിവെച്ച തുകയിൽ 21,000 കോടി രൂപ കേന്ദ്ര ഗവൺമെൻറ് ലാപ്സാക്കിയിരിക്കുന്നു എന്നാണ് സമിതി കണ്ടെത്തിയ വേറൊരു കാര്യം. പാർലമെൻറ്റ് സമിതിയുടെ റിപ്പോർട്ട് ഇതുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷം പാർലമെൻറ്റിലും പുറത്തു ഉന്നയിച്ച വസ്തുതകൾ ശരിയാണ് എന്ന് വ്യക്തമാക്കുന്നതാണ്. കേന്ദ്ര സർക്കാരിൻ്റെ ഇത്തരം നടപടികളാണ് കേന്ദ്രവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ജനങ്ങൾക്ക് ദുരിതങ്ങൾ നൽകുന്നത്. മറ്റൊരു കാര്യം ഞങ്ങൾ വിശദമായിട്ട് ആലോചിച്ചത് EMS AKG ദിനാചരണ പരിപാടികളാണ്. കേരളത്തിലെയും ഇന്ത്യയിലെയും കമ്മ്യൂണിസ്റ്റ് കർഷക പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്താനും രൂപപ്പെടുത്താനും വളരെയേറെ ശക്തിയായി നേതൃത്വമായി നിലകൊണ്ട ദേശീയ പ്രസ്ഥാനത്തിലൂടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്ന പ്രമുഖരായ 2 നേതാക്കളാണ് EMS-ഉം AKG-യും. മാർച്ച് 19 EMS ദിനവും മാർച്ച് 22 AKG ദിനവുമാണ്. വിവിധ പരിപാടികളുടെ ഈ 2 ദിനങ്ങളും ചേർത്ത് 19 മുതൽ 22 വരെ കേരളത്തിലുടനീളം പഠന ക്യാമ്പുകൾ, പ്രഭാഷണങ്ങൾ, അതുപോലുള്ള പ്രധാനപ്പെട്ട പദ്ധതി പരിപാടികൾ ആസൂത്രണം ചെയ്ത് ദിനാചരണ പരിപാടി വിജയിപ്പിക്കണം എന്ന് പാർട്ടി സംസ്ഥാന കമ്മിറ്റി ആഹ്വാനം ചെയ്യുകയുണ്ടായി. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, നവകേരള സൃഷ്ടിക്കായുള്ള പുതിയ വഴികൾ അതടിസ്ഥാനപ്പെടുത്തിയുള്ള കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്റിൻ്റെ യാത്ര 2ാം ടേമിൽ 4 വർഷം പൂർത്തിയാവാൻ പോകും. 4ാം വാർഷികാഘോഷ പരിപാടികൾ കേരളത്തിലുടനീളം പുതിയ നിലപാടുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചയും അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള സമീപനങ്ങളും സർവ്വ ജനവിഭാഗങ്ങളുമായിട്ട് സംവേദിച്ചുകൊണ്ട് മുമ്പോട്ടേക്ക് പോകാനാണ് ഗവൺമെൻറ് ആലോചിക്കുന്നത് എന്നാണ് മനസ്സിലാവുന്നത്. 4ാം വാർഷികാഘോഷ പരിപാടികൾ വലിയ വിജയമാക്കി തീർക്കുന്നതിന് വേണ്ടി പാർട്ടി പൂർണ്ണമായ പിന്തുണ നൽകണം എന്നും തീരുമാനിച്ചിരിക്കുന്നു.